എന്ത് പ്രശ്നമുണ്ടായിട്ട് അവർ രണ്ടുപേരും പിരിഞ്ഞെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. നിർഭാഗ്യവശാൽ അങ്ങ് നടന്നു. അവള് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ എന്നെങ്കിലും ഒരു ദിവസം ആ വിജയെ നേരിട്ട് കണ്ട് അവളുടെ കാല് പിടിച്ചിട്ടെങ്കിലും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതിനുള്ള സാഹചര്യം ഒത്തുവരുന്നില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വിജയെ ദൈവം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? കാണിച്ചു തന്ന ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാം. ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ തീർച്ചയായും വിജയെ നമ്മുടെ മുന്നിൽ എങ്ങനെയെങ്കിലും എത്തിക്കും അമ്മേ. കല്യാണക്കാരും പറയുമ്പോ തന്നെ നിന്റെ മോന് ജീവിതത്തിൽ ഇനി ഒരു കല്യാണം വേണ്ടെന്നല്ലേ പറയുന്നത്? അവൻ നമ്മൾ പറഞ്ഞാലേ കേൾക്കാത്തത്, പറയേണ്ടവര് പറഞ്ഞാൽ കേൾക്കുമല്ലോ. സ്വന്തം അമ്മ പറഞ്ഞിട്ട് കേൾക്കാത്തവൻ വേറെ ആര് പറഞ്ഞാ കേൾക്കും? ഇനിയിപ്പൊ ദൈവം വന്ന് പറഞ്ഞാലും ഇവൻ അനുസരിക്കാൻ പോകുന്നില്ല. ദൈവം പറഞ്ഞ പോലെ അനുസരിക്കാത്ത അവൻ സ്വന്തം മകൻ പറഞ്ഞ അനുസരിക്കില്ലേ അമ്മേ? എന്താ മോനെ പറയുന്നേ? അമ്മയല്ലേ പറഞ്ഞേ? അമ്മ എന്നോട് പറഞ്ഞത് മറന്നുപോയോ? വിക്രമന്റെ അടുത്ത് പോയി അമ്മയെ വേണമെന്ന് കവിനെ കൊണ്ട് ചോദിപ്പിക്കാൻ പറഞ്ഞില്ലേ? ആ ശരിയല്ലേ? കവിന്റെ അടുത്ത് വിജയെ പറ്റി പറഞ്ഞ അമ്മ വേണമെന്ന് വിക്രമനോട് പറയും. അങ്ങനെ പറഞ്ഞ അവൻ എന്ത് ചെയ്യും? എന്താ മറുപടി പറയാ, എന്താ തീരുമാനം എടുക്കുന്നത്? അവൻ കൺഫ്യൂഷനാവും. അതുകൊണ്ടാ വീട്ടിലാരും അവന്റെ ഭാര്യയെ പറ്റി സംസാരിക്കാൻ പാടില്ലെന്ന് നമ്മളെ വിലക്കിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ അവന്റെ ആഗ്രഹപ്രകാരം അത് ആരോടും പറഞ്ഞിട്ടുമില്ല. ഇനി നമ്മൾ സമാധാനമായിട്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്താൽ അവൻ അവസാനം സന്യാസിയായി പോവും. അങ്ങനെ വിടാൻ പാടില്ല അമ്മ അവനെ. വിജയെ കുറിച്ച് കവിൻ മോനോട് പറഞ്ഞ പിന്നെ എന്ത് നടക്കുമെന്ന് അറിയില്ല. അതിന് വിജയ് എവിടെയാണെന്ന് എങ്ങനെ അറിയും? അമ്മേ, ഇത് വിജിക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതല്ല. കവിൻ നിർബന്ധിച്ച് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വിക്രം രണ്ടാമതൊരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കില്ലേ? ഇനി അത് നടന്നില്ലെങ്കിലും വിജി എവിടെയാ ഉള്ളത് വെച്ചാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ചുകൊണ്ട് വരില്ലേ? നീ പറയുന്നതൊക്കെ നടക്കുവോടാ? അതിന്റെ പ്രതിവിധി അമ്മയുടെ കൈ തന്നെ ഉള്ളത്. എന്റെ കയ്യിലോ? അതെ അമ്മേ, അമ്മയല്ലേ വീട്ടിലെ മുതിർന്ന വ്യക്തി. അതുമാത്രമല്ല, നമ്മുടെ കവിന് അമ്മയെന്ന് വെച്ചാ ഭയങ്കര ജീവന. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് അമ്മ വേണമെന്ന് അവനെ കൊണ്ട് ചോദിപ്പിക്കണം. ഞാനോ? ഞാൻ പറയുന്നത് എന്റെ മകനായി നീ പോലും കേൾക്കാറില്ല. അപ്പൊ കവിൻ എങ്ങനെ കേൾക്കാനാ? അമ്മേ, നമ്മുടെ വീട്ടിലേക്ക് ഒരു മരുമകൾ വരണോ വേണ്ടയോ? വേണമെന്നുണ്ട്. എന്താ പിന്നെ പറയാനൊരു മടി? ഈ അവസരത്തിൽ അമ്മ കുറച്ച് റിസ്ക് എടുക്കേണ്ടത് അത്യാവശ്യം. അമ്മ കവിനോട് എന്തെങ്കിലുമൊക്കെ പോയി പറഞ്ഞ് അമ്മ വേണമെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കും. അയ്യോ, പ്ലാനൊക്കെ കൊള്ളാം. എന്നാ വിക്രമനെങ്ങാനും അതറിഞ്ഞ അവൻ എന്നെ പിന്നെ ബാക്കി വെച്ചേക്കില്ല. ശരി, എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി വഴക്ക് കേൾക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്താടി എന്റെ ഫോൺ കട്ടെടുത്ത് വെച്ചിട്ട് നിന്റെ ബാഗിൽ വന്നത് അറിയില്ലെന്ന് കള്ളം പറയുന്നോ? ഈ കടയിൽ ജോലി ചെയ്യുന്നതിന് നിനക്ക് ശമ്പളം തരുന്നില്ലേ? പിന്നെ എന്തിനാ കക്കുന്നത്? ഇതിനേക്കാളും നല്ലത് റോഡിലിരുന്ന് പിച്ച എടുത്ത് തിന്നുന്നതാ. വിജി, ഭക്ഷണം കഴിക്കു വിജി. നീ ഒന്നും ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. എനിക്കറിയാം നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്. ഇത് വേറെ ആരോ ചെയ്ത ചതിയ. നീ കഴിക്കു വിജി. വിജി, എന്തു പറ്റി വിജി? എന്താ മുഖം വല്ലാതിരിക്കുന്നത്? അല്ല, നീ വല്ലതും കഴിച്ചോ? ഇപ്പോഴും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ? ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്നതല്ലേ. എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട് വിജി. എന്നാലും ആരായിരിക്കും ആ ഫോൺ നിന്റെ ബാഗിൽ വെച്ചെന്നാ മനസ്സിലാവാത്ത? ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, നിന്റെ ചേച്ചി ആ ലാവണിയില്ലേ, അവരുടെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷെ അവരങ്ങനെ ചെയ്യുന്ന ആളുമല്ല. ഏതോ ഒരു ബ്ലാക്ക് ഷീപ്പ് ഈ കടയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിനെ കണ്ടുപിടിച്ച് കൊന്ന് ബിരിയാണി വെച്ച എല്ലാം ശരിയായിക്കോളും. ഓക്കെ, നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട, എല്ലാം ശരിയാക്കാം. ഞാനില്ലേ ഇവിടെ. ഇതാ പറഞ്ഞേ, നിന്റെ കൂടെ ഒരു ആൺതുണ ഉണ്ടെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആരെങ്കിലും ധൈര്യം കാണിക്കോ? നിനക്കൊരു പ്രശ്നം വരുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കില്ലേ? ദേ ഇവിടെ നോക്ക് വിജി, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നല്ല തീരുമാനം എടുക്കുന്നേ.
നിനക്ക് ശരിക്കും ചേർന്ന ഒരാളല്ലെങ്കിലും കുറച്ച് കളർ കുറവാണെങ്കിലും ചെറിയ കണ്ണൊക്കെ ഉള്ള നല്ല മുടിയൊക്കെ ഉള്ള, അതുപോലെ അത്ര വലിയ ജോലിയൊന്നും ചെയ്യുന്ന ആളല്ലെങ്കിലും മാസം ഒരു 20-25 സാലറി ഉള്ള ആളാണെങ്കിൽ തന്നെ, അതും ഇതുവരെ കല്യാണം കഴിക്കാത്ത ഒരു പയ്യനെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം നന്നായിരിക്കില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.